അടുത്ത വർഷത്തോടെ അവർ വീട് പണിതിട്ടുണ്ടാകും. രാത്രി 9 മണിയോടെ ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ട്രെയിൻ വരുന്നതിന് മുൻപ് അവൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വിൽ ഹാവ് ഉപയോഗിച്ച് പറയാം. They will have built the house by next year. അടുത്ത വർഷത്തോടെ അവർ വീട് പണിതിട്ടുണ്ടാകും. They will have built the house by next year. 9 മണിയോടെ ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. I will have completed my homework by 9 p.m. I will have completed my homework by 9 p.m. ട്രെയിൻ വരുന്നതിന് മുമ്പ് അവൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാകും. She will have reached the station before the train arrives. She will have reached the station before the train arrives. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഗ്രാമർ റൂൾ വിൽ ഹാവ് കഴിഞ്ഞ ശേഷം വരുന്നത് V3 ഫോം ഓഫ് ദ വെർബാണ്. ഇതുപോലുള്ള ഡെയിലി വീഡിയോസിനായി ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ.